നാളെ പടം റിലീസാണ്. രണ്ട് സുന്ദരികളും പറയട്ടെ, സുന്ദരിമാർ രണ്ടുപേരും നിങ്ങൾ പറഞ്ഞു, ഞാൻ നടക്കിങ്ങനെ ഗൗരി പറഞ്ഞു. അല്ല, ഈ പറഞ്ഞ പോലെ നാളെ പടം റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ആസ്കർ ഹീറോ ആയിട്ടുള്ള ഇതൊന്നും ഫസ്റ്റ് ഇത്ര അതെ തന്നെ വലിയൊരു ഇതില് പ്രോജക്റ്റില് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന ഒരുപാട് ഞാൻ ഗൗരിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് ഹീറോയിൻ ആയിട്ടുള്ള പടത്തിൽ നമ്മൾ സീനൊക്കെ അതെ സുരേഷ് ബാബു സാറിന്റെ സിനിമ തന്നെയാണ് കന്യാകുമാരി. ഓക്കെ, സോ ഇറ്റ്സ് എ ഫാമിലി. നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടി ഇതിനകത്ത്. 14 വർഷം എന്ന് പറയില്ല, എല്ലാരും കണക്ക് കൂട്ടും വയസ്സ് ഇല്ല, 10 വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ നമ്മുടെ കൂമനിലെ മെയിൻ ആളാണ് നിൽക്കുന്നത്. അപ്പൊ ഹന്നയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി, ഗൗരിയുടെ കൂടെ വീണ്ടും അഭിനയിക്കാൻ പറ്റി. പിന്നെ ടി സുരേഷ് ബാബു സാറിന് പിന്നെ വലിയൊരു ഡയറക്ടറുടെ പടത്തിൽ മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റി, വളരെ സന്തോഷം. അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസർ KVM നാസർ സാറ്, ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. അതെ, മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സിനിമകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് സിനിമകൾ കൊടുക്കുന്നുണ്ട്. വലിയൊരു ത്രില്ലർ, ക്രൈം ത്രില്ലർ മൂവിയാണ് അല്ലേ ബെൻസി പ്രൊഡക്ഷൻസിന്റെ. അദ്ദേഹത്തിന്റെ വലിയൊരു പ്രോജക്റ്റാണ് അത്. ടി സുരേഷ് ബാബു സാർ ഡയറക്റ്റ് ചെയ്യുന്നു, AK സന്തോഷ് സാർ സ്ക്രിപ്റ്റ് ചെയ്യുന്നു, രവിചന്ദ്രൻ ക്യാമറ ചെയ്യുന്നു. ഒരുപാട് നല്ല നല്ല ടെക്നീഷ്യൻ, ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അതാണ് സുരേഷ് ബാബു സാറിന്റെ പണ്ട് തൊട്ടേ സാറിന്റെ പടങ്ങളിൽ എപ്പോഴും ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടാവും. ആക്ച്വലി നമ്മുടെ പ്രോജക്റ്റില് ചെറിയൊരു കഥാപാത്രം ചെയ്യുന്നവർ വരെ നോൺ ആർട്ടിസ്റ്റ് ആണ്. ഫ്രഷ് ബീസിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ അതുപോലെ റിയാസ് ഖാൻ അടിച്ചു കയറി വാടാം, അദ്ദേഹത്തിന് എല്ലാ സസ്പെൻസ് ആയിട്ട് പുള്ളി ഒളിച്ചിരിക്കുക, വരും റിയാസ് ഖാൻ എത്തും, അടിച്ചു കയറി. സാറിന്റെ പടത്തിൽ എപ്പോഴും ത്രൂ ആയിട്ടുള്ള ബാബു സാറുണ്ട്, വലിയ സന്തോഷമുള്ള ഒരു ഇതാണ്. പിന്നെ അതുപോലെ ആക്ഷൻസ് ആണെങ്കിലും ഇപ്പോൾ സ്റ്റൺ സെൽവ, കനൽകുന്നം മാസ്റ്റർ, പഴൻരാജ്, ഒരുപാട് മാസ്റ്റർ. അപ്പോൾ അതുപോലെ വലിയ വലിയ ടെക്നീഷ്യൻസ്മാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എനിക്ക് വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരും പോയി കാണണം. ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന എല്ലാവരും നാളെ സിനിമ ആണ്, നാളെ റിലീസാണ്. അതിന്റെ ഒരു ടെൻഷനിലാണ് ഞങ്ങൾ എല്ലാവരും. ഈ DNA ഇത്ര ഹൈപ്പ് കിട്ടാനുള്ള കാരണം എന്തായിരിക്കും? DNA ഹൈപ്പ് കിട്ടാൻ കാരണം ഹൈപ്പ് എനിക്ക് തോന്നുന്നു ആസ്കർ തോന്നുന്നു. നമ്മുടെ പ്രൊഡ്യൂസർ ഒരാൾ, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു, അതുപോലെ ഡയറക്ടർ സപ്പോർട്ട് ചെയ്തു. പിന്നെ ദൈവത്തിന്റെ നിമിത്തം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ഇൻഡസ്ട്രിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ, മമ്മൂക്കയുടെ ഒരു റിഫ്ലക്ഷൻ ആണല്ലോ ഈ വ്യക്തി. അപ്പോ ശബ്ദം കൊണ്ടും ലുക്ക് കൊണ്ടും ഒക്കെ ഒത്തിരി റിസംബിൾ ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഐ തിങ്ക് ഞങ്ങളുടെ സിനിമ കണ്ടിരുന്നു. ഹി ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. ഐ വുഡ് സേ ലൈക്ക് വളരെ നന്നായിട്ട്. ഐ വുഡ് സേ ആക്ടിംഗ് കരിയറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലേ? അല്ലെ, ഏറ്റവും നല്ലൊരു കഥാപാത്രം. കാരണം നമുക്ക് സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട്, ക്രൈം സ്റ്റോറി ആയതുകൊണ്ട് നമുക്കൊന്നും വെളിയിൽ പറയാൻ പറ്റത്തില്ല. റിലീവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അതെ, ഗൗരി എന്റെ ക്യാരക്ടറൊന്നും ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഹീറോ ആണോ, ഗൗരി ഹീറോയിനാണോ, അന്ന ഹീറോയിനാണോ, ഇവര് വില്ലത്തിയാണോ, റായലക്ഷ്മിയെ സംശയിക്കും. എല്ലാ കഥാപാത്രങ്ങളും, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് ഫൈറ്റ് ഉണ്ടോ? അപ്പൊ ട്രെയിലർ കണ്ടില്ല. 5 മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ 5 മാസ്റ്റേഴ്സിന്റെ ഫൈറ്റ് ഓർത്ത് വെക്കും. എല്ലാം ടോപ്പ് മാസ്റ്റേഴ്സ് അല്ല, എല്ലാം ടോപ്പ് മാസ്റ്റേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ വലിയ വലിയ മാസ്റ്റേഴ്സിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാം. ട്രെയിലർ മമ്മൂക്ക കണ്ടായിരുന്നോ? മമ്മൂക്ക കണ്ടിരുന്നു എന്ന് ഡയറക്ടർ പറഞ്ഞു. ഡയറക്ടറാണ് മമ്മൂക്കയും ഡയറക്ടറും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടല്ലോ. മമ്മൂക്ക നല്ലതെന്ന് പറഞ്ഞായിരുന്നു. നല്ലതെന്ന് പറഞ്ഞു, കൊള്ളില്ലെന്ന് പറഞ്ഞില്ല. ബാക്കി പ്രസ് മീറ്റിൽ പറയാം. ഇവിടെ പറഞ്ഞു തീർന്ന പിന്നെ അവിടെ വേറെ ഒന്നും പറയാൻ ഞാൻ ട്രയലായിട്ടാണ് കൂട്ടിയാൽ മതി. ഓക്കെ, സന്തോഷം. അല്ല, നിങ്ങൾ എല്ലാവരും പോയി കാണണം. അതാണ് ലൈക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം.